നമസ്കാരം. മന്ത ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി ശക്തിയാർജിച്ചു. ഇതേ തുടർന്ന് ആന്ധ്ര തീരത്ത് കടൽക്ഷോഭം ശക്തമായി. നിലവിൽ ആന്ധ്ര തീരത്ത് നിന്നും 270 കിലോമീറ്റർ മാത്രം അകലെയാണ് മന്ത. വൈകിട്ടോടെ ചുഴലിക്കാറ്റ് കരതൊടും. തിരമാലകൾ 4 മീറ്റർ വരെ ഉയരാമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മുൻകരുതൽ എന്ന നിലയിൽ ആന്ധ്രയിൽ തീരമേഖലയിൽ നിന്ന് ആളുകളെ മാറ്റി. കാക്കിനാട, കോണസീമ മേഖലകളിൽ ഗർഭിണികളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. ആന്ധ്രയുടെ തീരദേശ ജില്ലകളിൽ മഴ കനത്തു. ആന്ധ്രയിലെ 16 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 110 കിലോമീറ്റർ വേഗതയിലായിരിക്കും ചുഴലിക്കാറ്റ് കരതൊടുക. മച്ചുലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിലായിരിക്കും കരതൊടുക. സഹായങ്ങൾക്കായി ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചു. വിശാഖപട്ടണത്ത് നിന്നുള്ള വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യയും ഇൻഡിഗോയുമാണ് വിമാന സർവീസുകൾ റദ്ദാക്കിയത്. വിശാഖപട്ടണം വഴിയുള്ള 100ഓളം ട്രെയിനുകളും റദ്ദാക്കി. ആന്ധ്രാപ്രദേശിലുടനീളം 11 NDRF-ഉം 12 SDRF ടീമുകളെയുമാണ് വിന്യസിച്ചിരിക്കുന്നത്. ഓരോ ടീമിലും ബോട്ടുകൾ, ലൈഫ് ജാക്കറ്റുകൾ, OBM-കൾ, നീന്തൽക്കാർ, മെഡിക്കൽ കിറ്റുകൾ എന്നിവയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതിനായി കൺട്രോൾ റൂമുകൾ സജീവമാക്കി. കൂടാതെ അടിയന്തര ആംബുലൻസ് ശൃംഖലകളായ 108ഉം 104ഉം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണ്. മന്ത ചുഴലിക്കാറ്റിന്റെ ആഘാതത്തിൽ ഗോപാൽപൂർ തുറമുഖത്ത് കടൽ പ്രക്ഷുബ്ധമായി. ബീച്ചിലേക്ക് പോകുന്നത് ജില്ലാ ഭരണകൂടം നിരോധിച്ചു. ഇന്നും നാളെയുമായി സർവീസ് നടത്തേണ്ട നിരവധി പാസഞ്ചർ എക്സ്പ്രസ് ട്രെയിനുകൾ സൗത്ത് സെൻട്രൽ റെയിൽവേ റദ്ദാക്കി. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് തീരുമാനമെന്ന് റെയിൽവേ അറിയിച്ചു. തീരദേശ ആന്ധ്ര റൂട്ടുകളിലെ 72 ട്രെയിൻ സർവീസുകളാണ് റദ്ദാക്കിയത്. വിജയവാഡ, രാജമുണ്ട്രി, കാക്കിനാട, വിശാഖപട്ടണം, ഭീമാവരം തുടങ്ങിയ പ്രധാന റൂട്ടുകളെയാണ് ഇത് സാരമായി ബാധിക്കുക. പ്രതികൂല കാലാവസ്ഥ കാരണം ഒക്ടോബർ 28-ലെ എല്ലാ ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകളും റദ്ദാക്കിയതായി വിശാഖപട്ടണം എയർപോർട്ട് അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു. വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് യാത്രക്കാർ ടിക്കറ്റ് നില പരിശോധിക്കുവാനാണ് നിർദ്ദേശം. ചുഴലിക്കാറ്റ് ഭീതിയിൽ ചെന്നൈയിലെ സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പ്രാബല്യത്തിൽ വന്നതോടെ കനത്ത ജാഗ്രതയിലാണ് ജമൈക്ക. കൊടുങ്കാറ്റ് കടന്നു പോകുന്നതുവരെ ദ്വീപിലെ വിമാനത്താവളങ്ങൾ അടച്ചിടുമെന്ന് ജമൈക്കയുടെ ഗതാഗത, ടെലികമ്മ്യൂണിക്കേഷൻ, ഊർജ്ജ മന്ത്രി ഡാരിൽ വാസ് പറഞ്ഞു. എല്ലാ ബസ് സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. രാജ്യത്തെ റോഡുകളിലെ ടോളുകൾ പിൻവലിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെ തന്നെ ദ്വീപിൽ 800 ഷെൽട്ടറുകൾ തുറന്നിട്ടുണ്ടെന്ന് നിർമ്മാണ ചുമതലയുള്ള മന്ത്രി റോബർട്ട് മോർഗൻ പറഞ്ഞു. പ്രത്യേകിച്ച് ദുരന്തം സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കുന്ന ആളുകൾ ഇത്തരം ഷെൽട്ടറുകളിൽ അഭയം തേടണമെന്നാണ് ഉദ്യോഗസ്ഥർ താമസക്കാരോട് അഭ്യർത്ഥിച്ചത്. 51,000-ത്തിലധികം ആളുകൾക്ക് ഇതിനകം തന്നെ വൈദ്യുതി ഇല്ലാതായിട്ടുണ്ട്. നിരവധി മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്നാണ് വൈദ്യുതി ബന്ധം താറുമാറായത്. കഴിഞ്ഞ വർഷം ജമൈക്കയുടെ തെക്കു കാറ്റഗറി 4 കൊടുങ്കാറ്റായി കടന്നുപോയ ബെറിൽ ചുഴലിക്കാറ്റ് നിരവധി നാശനഷ്ടങ്ങളാണ് ജമൈക്കയിൽ വരുത്തിവെച്ചത്. മെലീസ ചുഴലിക്കാറ്റും ജമൈക്കയിൽ കാര്യമായ സാമ്പത്തിക ആഘാതം സൃഷ്ടിക്കുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. കാരണം ഇത് ബിസിനസ്സുകൾ അടച്ചുപൂട്ടുവാൻ നിർബന്ധിതരാക്കുകയും ടൂറിസത്തെ സ്തംഭിപ്പിക്കുകയും സ്വത്തുക്കളും അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ സാമ്പത്തിക വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗ്രാമ, ഗുവാണ്ടനാമോ, ഹോൾഗുയിൽ, സാന്റിയാഗോ ഡി ക്യൂബ എന്നീ ക്യൂബൻ പ്രവിശ്യകൾക്ക് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പ്രാബല്യത്തിലുണ്ട്. തെക്കു കിഴക്കൻ, മധ്യ ബഹാമാസ് എന്നിവിടങ്ങളിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പ്രാബല്യത്തിലുണ്ട്. തുർക്കുകൾക്കും കൈക്കോസ് ദ്വീപുകൾക്കും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പ്രാബല്യത്തിലുണ്ട്. ഹെയ്തി, തുർക്കികൾ, കൈക്കോസ് ദ്വീപുകൾ, ക്യൂബൻ പ്രവിശ്യകളായ ലാസ് ടുനാസ് എന്നിവിടങ്ങളിൽ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് പ്രാബല്യത്തിലുണ്ട്. മലീസ ചുഴലിക്കാറ്റിനെ തുടർന്ന് ബുധനാഴ്ച വരെ ജമൈക്കയുടെ ചില ഭാഗങ്ങളിൽ 15 മുതൽ 30 ഇഞ്ച് വരെ മഴയും തെക്കൻ ഹിസ്പാനിയോളയിൽ 6 മുതൽ 12 ഇഞ്ച് വരെ അധിക മഴയും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിഴക്കൻ ക്യൂബയിൽ ബുധനാഴ്ച വരെ 10 മുതൽ 20 ഇഞ്ച് വരെ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് നിരവധി മണ്ണിടിച്ചിലുകൾക്കൊപ്പം ജീവൻ അപകടത്തിലാക്കുന്നതും വിനാശകരവുമായ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണവുമായേക്കാം. തെക്ക് കിഴക്കൻ ബഹാമസിൽ ചൊവ്വാഴ്ച മുതൽ ബുധനാഴ്ച വരെ ആകെ 5 മുതൽ 10 ഇഞ്ച് വരെ മഴ പെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഫലമായി ചില പ്രദേശങ്ങളിൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകാം. യാതൊരു കാരണവശാലും സുരക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നതെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൊടുങ്കാറ്റിന്റെ ആഘാതം കുറയ്ക്കുന്നതിനായി ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതികൾക്കായി $400 ബില്യൺ നീക്കിവെക്കുന്നത് ഉൾപ്പെടെ അതിന്റെ വരവിന് മുമ്പുള്ള ദിവസങ്ങളിൽ സാധ്യമായതെല്ലാം ചെയ്യാൻ തങ്ങൾ ശ്രമിച്ചതായി ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. ഡെങ്കിപ്പനിയുടെയും മറ്റ് രോഗകാരികൾ വഴി പകർന്ന രോഗങ്ങളുടെയും ഭീഷണി കുറയ്ക്കുന്നതിന് കൊതുക് നശീകരണം ഉൾപ്പെടെ കൊടുങ്കാറ്റ് കടന്നുപോകുന്ന നിമിഷം മുതൽ പുനരുജ്ജീവന ശ്രമങ്ങൾ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ ദ്വീപിനു ചുറ്റും എല്ലാ വിധത്തിലുള്ള സന്നാഹങ്ങളും തയ്യാറാക്കിയിട്ടുള്ളതായി സർക്കാർ പറഞ്ഞു. മെലിസ ചുഴലിക്കാറ്റ് ഭീഷണിയെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ആളുകൾ മാറി താമസിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരും ഉദ്യോഗസ്ഥരും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മെലീസ ചുഴലിക്കാറ്റ് ഇന്ന് ജമൈക്കയ്ക്ക് സമീപമോ മുകളിലൂടെ നീങ്ങുമെന്നാണ് നാഷണൽ ഹരിക്കെയിൻ സെന്റർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്.
കാറ്റിന്റെ ശക്തി വളരെ ശക്തമായതിനാൽ തെക്കു പടിഞ്ഞാറൻ ഐവാളിൽ കടുത്ത പ്രക്ഷുബ്ധത അനുഭവപ്പെടുന്നതിനെ തുടർന്ന് കൊടുങ്കാറ്റിനുള്ളിൽ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു NOAA വിമാനത്തിന് അതിന്റെ ദൗത്യം നേരത്തെ ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നും കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. 2.7 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ദ്വീപ് രാഷ്ട്രത്തിൽ മെലീസ ചുഴലിക്കാറ്റ് വൻ നാശനഷ്ടം വരുത്തിവെക്കുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ചുഴലിക്കാറ്റ് ശക്തമായാൽ വൈദ്യുതി ബന്ധം തകരാറിലാവുകയും വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും റോഡുകളിൽ വെള്ളം കയറുവാനും പാലങ്ങൾ തകരാറിലാകുവാനും കൃഷിയിടങ്ങൾ നശിക്കുവാനും വിമാനത്താവളങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുവാനും സാധ്യതയുണ്ടെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കാറ്റഗറി 5 നേരിടാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.